കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ നേതാവേ ഉള്ളൂ. ആ ചെറുപ്പക്കാരന്റെ പേരാണ് ഷാഫി പറമ്പിൽ. എന്താണ് ഈ മനുഷ്യൻ ചെന്നെത്തുന്നിടത്ത് ആളുകൾ കൂടുന്നതിന് പിന്നിലെ രഹസ്യം? ഇതേക്കുറിച്ച് സ്വയം ചിന്തിക്കുന്ന നേതാക്കൾ ഏറെയാണ്. ഓരോ മണ്ഡലത്തിലും പറയേണ്ടത് പറഞ്ഞ് ജനത്തെ കൊണ്ട് കൈയടിപ്പിച്ച് ഷാഫി യാത്ര തുടരുകയാണ്. പാലക്കാട് നിന്നും വടകര പാർലമെന്റ് മണ്ഡലത്തിലെത്തിയ ഷാഫിയെ ആൾക്കൂട്ടത്തിനിടയിലല്ലാതെ ആരും കണ്ടിട്ടില്ല. ഏതൊരു സ്ഥലത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയും വിധമുള്ള കരിസ്മയുണ്ട് ഈ ചെറുപ്പക്കാരന്. തെരുവുകളിലും പൊതുസമ്മേളനങ്ങളിലും മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിലും ഷാഫി നിറയുകയാണ്. CPM എന്തുകൊണ്ട് എല്ലായ്പ്പോഴും ഏതൊരു കാര്യത്തിലും ഷാഫിയെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ളൂ. അയാൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സെലിബ്രിറ്റി ആണെന്ന് എഴുതിയ കുറിപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെയാണ്. വടകരയിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണ തിരക്കിൽ രാത്രി ഏറെ വൈകിയും ഷാഫിയെ കാത്തിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആൾക്കൂട്ടം വലിയ വാർത്തയായിരുന്നു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഷാഫിയെ കാത്തിരിക്കുന്നു. സങ്കടങ്ങൾ പറയുന്നു. എല്ലാവരെയും കേൾക്കാൻ ഷാഫി സമയം കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് ഷാഫിയുടെ സാന്നിധ്യത്തിനായി കേരളത്തിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളും കാത്തിരിക്കുന്നത്. എല്ലാ സമവാക്യങ്ങൾക്കും അപ്പുറം ഷാഫി ജനപ്രിയനായി കഴിഞ്ഞു. ഇത്തവണ മത്സരിക്കാനല്ല, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നതാണ് ഷാഫി പറമ്പിൽ NBയുടെ ചുമതല. പ്രചാരണ സമിതി കൺവീനറായ ഷാഫി പറമ്പിൽ തന്നെ താരപ്രചാരകനായി മാറുന്ന കാഴ്ചയാണ് വടക്കൻ ജില്ലകളിലുള്ളത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും റോഡ് ഷോകളിലുമെല്ലാം UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം ഷാഫിയും ചേരുമ്പോൾ പ്രവർത്തകരും അതിരു കവിഞ്ഞ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികൾക്ക് റോഡ് ഷോ നടത്താനും കൺവെൻഷനുകളിൽ പ്രസംഗിക്കാനും ഷാഫി വേണം. ചില സ്ഥാനാർത്ഥികൾ പ്രവർത്തകർക്കിടയിലേക്ക് ഓടിക്കയറുന്ന ഷാഫി ശൈലി അനുകരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം മത്സരത്തിനിറങ്ങിയതിനാൽ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയെന്ന ഉത്തരവാദിത്വം ഷാഫിയിൽ വന്നു ചേരുകയായിരുന്നു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിൽ 60 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ കോൺഗ്രസിന് 7 MLA-മാർ മാത്രമാണുള്ളത്. മുസ്ലിം ലീഗിന് 15 പേരുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 20 വർഷമായി കോൺഗ്രസിന് MLA ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ കൂടുതൽ കോൺഗ്രസ് MLA-മാരുണ്ടായാൽ ഷാഫി എഫക്റ്റും പ്രധാന ഘടകമാണ്. ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ ഷാഫി പറമ്പിലിനെ കടന്നു പോകാൻ ഇനി കേരളത്തിൽ മറ്റൊരു നേതാവില്ലെന്ന് പറയുന്നവർ ഏറെയാണ്. കോൺഗ്രസിൽ താരപ്രചാരകന്മാരുടെ പട്ടികയിൽ ഏറെ പേരുണ്ടെങ്കിലും ഷാഫി പറമ്പിൽ എന്നൊരാൾക്ക് പകരം മറ്റൊരാളില്ല. അത്രമേൽ ജനമനസ് കീഴടക്കിയ താരപ്രചാരകനാണെന്ന് ഷാഫി പറമ്പിൽ. ആൾക്കൂട്ടത്തിനിടയിൽ ഷാഫിയെ കണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഷാഫിയുടെ രാഷ്ട്രീയ ഗുരു ഉമ്മൻചാണ്ടിയെ മറക്കാൻ കഴിയില്ല.